വിവിധ വർണ്ണങ്ങളിലുള്ള പിറ്റൂണിയ വിത്ത് സമ്മാനമായിട്ട് നൽകിയ ആ ഭാഗ്യശാലികൾ ആരാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഓൺലൈനിൽ നിന്നും ഞാൻ പരിചയപ്പെടുത്തിയ സെല്ലറുടെ കയ്യിൽ നിന്നും വിവിധ വീടുകളിൽ ഒത്തിരി ആളുകൾ വാങ്ങിച്ചു. അവരുടെയൊക്കെ വീട്ടിൽ ഇതേപോലെ പിറ്റൂണിയ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നതിൻ്റെ കാഴ്ചകൾ അവർ അയച്ചു തന്നതാണ് കേട്ടോ. പലരും പറയുന്നുണ്ട് പിറ്റൂണിയ വിത്ത് പാകിയിട്ട് മുളച്ചില്ല, പിടിച്ചില്ല, അത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് പലരും പരിഭവം പറയുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോ വീടുകളിലും അവിടെ അവർ വിത്ത് പാകിയിട്ടുണ്ടായ പിറ്റൂണിയയുടെ നിറക്കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാനും കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വീട്ടിലെ പിറ്റൂണിയയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു. ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ വിത്ത് വാങ്ങണമെങ്കിൽ അത് മേടിക്കാനുള്ള നമ്പറും നിങ്ങൾക്ക് നൽകിയിരുന്നു. കൂടാതെ പിറ്റൂണിയ വിത്ത് നിങ്ങൾക്ക് നമ്മുടെ കുറച്ച് പേർക്കല്ലേ എനിക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 5 പേർക്ക് നൽകുന്നതിന് ഒരു ചെറിയൊരു സമ്മാനവും കൂടി നൽകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു മത്സരം കൂടി വെച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് സമ്മാനാർഹരായവരെ ഇന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് നമ്മുടെ ആ വീഡിയോയിൽ ഉടനീളം പിറ്റൂണിയ എന്ന വാക്ക് എത്ര പ്രാവശ്യം പറയുന്നുണ്ട് എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ശരി ഉത്തരം അയച്ചിരിക്കുന്നത് 23 പേരാണ് കേട്ടോ. ശരിക്കും 16 പ്രാവശ്യമാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഈ കാണിക്കുന്ന സമയത്ത് ആണ് ഞാനതും കൂടി നോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പലർക്കും സംശയം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയത്തിലാണ് ഞാൻ പിറ്റൂണിയ എന്നുള്ള വാക്കുകൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് നറുക്കെടുത്താലോ? ഈ 5 ഭാഗ്യശാലികൾ ഒന്ന് കണ്ടാലോ? അപ്പോൾ നമുക്ക് 23 പേരാണ് ശരി ഉത്തരം അയച്ചത്. ആ പേരിന് നേരെ ഞാൻ 23 വരെയുള്ള നമ്പർ എഴുതിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ നമ്പർ. അപ്പോൾ നമ്മൾ 5 പേർക്കാണ് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. 23 പേരുടെയും നമ്പർ ഉൾപ്പെടുത്തിയിട്ടുള്ള ലോട്ടോ ആണ് ഈ ഒരു പാത്രത്തിൽ നമ്മൾ ചുരുട്ടിയിട്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഞാൻ 5 എണ്ണം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് തുറന്ന് നോക്കാം. ആദ്യത്തെ ഭാഗ്യശാലി ആരാന്ന് നോക്കാം. നമ്പർ 20 ആണ്. നമുക്ക് നമ്പർ 20ൻ്റെ പേര് എന്താണെന്ന് നോക്കിയാലോ? ഷൈല വർഗീസ് എന്നാണ് കേട്ടോ പേര്. 20 ഷൈല വർഗീസ്. അടുത്ത് നമുക്ക് രണ്ടാമത്തെ ഭാഗ്യശാലി ആരാന്ന് നോക്കാം. രണ്ടാമത്തെ ഭാഗ്യശാലി 3 ആണ് നമ്പർ. 3 ആരാന്ന് നോക്കാം. ഇതിനകത്ത് സുമതി രാജൻ എന്നാണ് കേട്ടോ കാണുന്നത്. സുമതി രാജൻ രണ്ടാമത്തെ ഭാഗ്യശാലി. 3ാമത്തെ നമ്പറുകാരി സുമിത രാജൻ. ഇനി മൂന്നാമത്തെ ഒരു ലോട്ടോ നോക്കാം. 4ാമത്തെ നമ്പറാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. സുമതിയുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് രമ്യ സതീഷ്. രമ്യ സതീഷാണ് 3ാമത്തെ കിട്ടിയിരിക്കുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് 4ാമത്തെ ആളെയാണ് കേട്ടോ. 4ാമത്തെ ലോട്ടോ എടുത്തു. നമ്പർ 8 ആശാ പുരുഷോത്തമൻ. നമ്മുടെ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് പേരിന് നേരെ എഴുതി വെച്ചിരിക്കുന്നത് നമ്പർ 8 ആശാ പുരുഷോത്തമനാണ്. ഇനി ലാസ്റ്റ് 1 അഞ്ചാമത്തെ ഭാഗ്യശാലി അവസാനത്തെ ആളാരാണെന്ന് നോക്കാം. നമ്പർ 17. നമ്പർ 17 നമുക്ക് കിട്ടിയിരിക്കുന്നത് സിന്ധു മുരളീധരൻ എന്ന് പറഞ്ഞ പേരാണ്. അപ്പോൾ അങ്ങനെ 5 പേരെ നമുക്ക് തിരഞ്ഞെടുത്തു. അപ്പോൾ നമ്മുടെ ഈ 5 പേർക്കും 5 നറുക്കെടുപ്പിലൂടെ വിജയിയായ 5 പേർക്കും അഭിനന്ദനങ്ങൾ നേരാണ്. കാര്യം ഇത് നിസ്സാരം ഒരു ചെടിയുടെ വിത്തായിരിക്കാം നമ്മൾ ഓഫർ കൊടുത്തിരിക്കുന്നതെങ്കിലും ഒത്തിരി പേര് അതിനകത്ത് കമൻറ്റ് ചെയ്തു. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോൾ നമ്മുടെ സമ്മാനം മേടിച്ചവർക്ക് അയക്കാനുള്ള വിത്തുകളാണ് കേട്ടത്. 5 പേർക്ക് ഒരു കവറിൽ ഒത്തിരി വിത്തുകളുണ്ടാവും. പിറ്റൂണിയുടെ വിത്തുകൾ നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇതേപോലെയുള്ള ഒരു കവറാണ് നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സിൽ അയച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഈ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. ഞാൻ ഇന്ന ആളാണ്, ഞാനിങ്ങനെ പിറ്റൂണിയ ഒരു സമ്മാനം കിട്ടിയ ഒരാളാണെന്ന് പറയുമ്പോൾ ഈ ഒരു വിത്ത് സ്പോൺസർ ചെയ്യുന്ന ആൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരും. അതായത് നിങ്ങളുടെ അഡ്രസ്സ് ഒന്ന് അയച്ചു കൊടുക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് അയച്ചു കൊടുക്കുക. പോസ്റ്റ് ഓഫീസ് വഴിയാണ് നിങ്ങൾക്ക് ഇത് അയച്ചു തരുന്നത്. അപ്പോൾ സമ്മാനം ലഭിക്കാതെ പോയവർ നിരാശപ്പെടേണ്ട. നമുക്ക് ഇനി ഇതുപോലെയുള്ള സമ്മാനങ്ങളൊക്കെ ആകുമ്പോൾ വിത്തുകളൊക്കെ ആകുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. വീഡിയോ കാത്തിരുന്ന് കാണുക. നമ്മുടെ ഇത് വിത്ത് സ്പോൺസർ ചെയ്യുന്ന ആളുടെ കയ്യിൽ 15ഓളം വെറൈറ്റി സീസൺ ഫ്ലവേഴ്സിൻ്റെ വിത്തുകളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ ഇപ്പോൾ സമ്മാനം കിട്ടാത്തവർക്കും വേണമെങ്കിൽ വിത്തുകളൊക്കെ ചെറിയ എമൗണ്ടിൽ വാങ്ങിക്കാം. അപ്പോൾ ഇതുവരെ സഹകരിച്ച ഇതുപോലെ ഒത്തിരി പേര് ഈ വീഡിയോ കണ്ട് മെസ്സേജ് ചെയ്തതിനും കമൻറ്റ് ചെയ്തതിനും ഒക്കെ ഒത്തിരി നന്ദി പറയാണ്. നമ്മുടെ വീഡിയോസ് കാത്തിരുന്ന് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.